ചെറിയൊരു ബഡ്ജറ്റിലുള്ള ഒരു ഇന്നോവ നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. 2008 മോഡൽ വി ഓപ്ഷനിൽ നിന്ന് വരുന്ന KL71 റീ രജിസ്ട്രേഷൻ ചെയ്ത വാഹനമാണിട്ടത്. അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പരമാവധി ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടിട്ട് വിളിക്കാൻ ശ്രമിക്കണേ. സൈഡൊക്കെ വരികയാണെങ്കിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു 80% വാഹനം ഉണ്ട് എന്ന് തന്നെ പറയട്ടോ. പിന്നെ ഇതിന്റെ ടയർ വരുന്നത് 205/16 കമ്പനി അലൈവിലാണ് ഇട്ടത് വരുന്നത്. അതുപോലെ ഇതിന്റെ ഫ്രണ്ടില് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്, ബാക്കില് ഡ്രം ബ്രേക്കാണ് വരുന്നത്. ചെറിയൊരു ബഡ്ജറ്റിനുള്ള വാഹനമാണ് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയൊരു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത വാഹനമാണ് ഉള്ളത്. ഇന്നോവന്റെ ബോഡി ഷേപ്പ് പറഞ്ഞാല് പിന്നെ വിദേശത്തൊക്കെ വർക്ക് ചെയ്തവർക്ക് അറിയാട്ടോ. ഹൈലൈറ്റ് പിക്കപ്പ് പറഞ്ഞൊരു വാഹനമുണ്ട്. അതിന്റെ ഒരു സെയിം ബോഡിയും ഫ്രണ്ട് ഡോറിന് ഇവിടുന്ന് അങ്ങോട്ട് സെയിം ബോഡിയും കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തിൽ വരുന്നത്. കൂടുതലും പുറത്തൊക്കെ വർക്ക് ചെയ്ത ആൾക്കാർക്ക് അറിയാട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു പിന്നെ കൊട്ടജീപ്പുമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഹൈലൈറ്റ് പിക്കപ്പിന് വരുന്നത് കേട്ടോ. എനിക്ക് ഇന്നോവ കണ്ടാല് ഫസ്റ്റ് അതാണ് ഓർമ്മ വരിക. ഞാൻ സൗദിയിൽ വർക്ക് ചെയ്തുകൊണ്ട്. അതുപോലെ പിന്നെ ഇപ്പൊ ഈ സൈഡ് പറയണേ ഞങ്ങളോട് പറഞ്ഞു കുറച്ച് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാതെ പിന്നെ ടയർ ഭാഗങ്ങളും വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് ഇത് കൊടുന്നിട്ട് അങ്ങനെ വലിയൊരു പെയിന്റ് ടച്ചിങ് അങ്ങനെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്പർ ആക്കിയിട്ടുണ്ട്. KL71 ഇത് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇപ്പൊ നിലവില് 3ാമത്തെ ഓണറാണ്. ഇപ്പൊ വലിയൊരു അപാകത ഇല്ലാത്തൊരു ക്വാളിറ്റി തന്നെയാണ് റൈറ്റ് സൈഡും വരുന്നത്. ഞാൻ ഇന്റീരിയർ ഭാഗം കൂടി കാണിക്കട്ടോ. ഇന്റീരിയർ ഭാഗം 2008 ബി ഓപ്ഷന് ആണ് വരുന്നത്. അപ്പം പിന്നെ 2 എയർ ബാഗ്, സ്റ്റാരിങ്ങും ഒരു എയർ ബാഗ് ഉണ്ട്. റൈറ്റ് സൈഡിൽ ഡാഷുമിൽ ഒരു എയർ ബാഗും വരുന്നുണ്ട്. നമ്മളെ ഡോറിന്റെ ഇതുമൊക്കെ ഒരു വുഡ് ആൻഡ് ഫിനിഷിംഗ് പെയിന്റ് ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് വാഹനം ഉള്ളത് കേട്ടോ. സീറ്റ് കവറൊക്കെ നമ്മൾ വന്ന രൂപത്തിൽ തന്നെയാണ്. സീറ്റ് കവർ പുതിയ നമ്മൾ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. വലിയൊരു കുഴപ്പമൊന്നുമില്ല, ഒരു കണ്ടീഷൻ തന്നെയാണ്. നമ്മൾ മോഡൽ കുറഞ്ഞ വണ്ടി അടിച്ചു അങ്ങനെ വല്ലാതെ ചടച്ച് വർക്ക് ചെയ്ത വണ്ടിയൊന്നും അല്ല കേട്ടത്. പിന്നെ ഈ വാഹനത്തിനെ കുറിച്ച് പറയാനുള്ളത് ഇതിന്റെ സസ്പെൻഷനാണ് കേട്ടോ. ഇന്നോവന്റെ സസ്പെൻഷൻ പറഞ്ഞാല് ഏറ്റവും സുഖമുള്ള സസ്പെൻഷനാണ്. ഞാൻ ഓടിച്ചോളം ഈ വണ്ടിന്റെ എനിക്കൊരു അഭിപ്രായത്തിൽ ഞാൻ പറയണ്ടോ. പിന്നെ ഇനി ഇതിന്റെ ഡിക്കി സൈഡ് വരികയാണെങ്കിൽ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഡിക്കിന്ന് തന്നെ അല്ല കേട്ടോ. നമ്മൾ വില കുറഞ്ഞു വിചാരിച്ചാൽ അങ്ങനെ പറ്റ പിന്നെ എന്താ പറയാ പിന്നെ ആക്സിഡന്റ് ഒക്കെ ആയിക്കാണ്ട് വലിയൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വാഹനം തന്നെ ഉണ്ടാവും. പിന്നെ ഈ ഇന്നോവന്റെ ഒരു ഡിക്കി സ്പേസ് പറയണമെങ്കിൽ ഈ വാഹനത്തിന്റെ വലുപ്പത്തിന് ഇല്ല അനുസരിച്ചുള്ള ഒരു ഡിക്കി സ്പേസ് ഒന്നും ഈ വാഹനത്തിന് ഇല്ല കേട്ടോ. പിന്നെ നമ്മള് ഡിക്കി ഉപയോഗിക്കാറിഞ്ഞാൽ ഈ ബാക്ക് സീറ്റ് ഒക്കെ നമുക്ക് അങ്ങോട്ട് ആക്കാനുള്ള ഒരു സംവിധാനം ഈ വാഹനത്തിനുണ്ട്. അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. വലിയൊരു അപാകതകളൊന്നും ഇല്ലാത്തൊരു മോഡൽ തന്നെയാണ്. പിന്നെ നമ്മൾ ഈ വാഹനം കൊടുന്ന ഒരു രൂപത്തിൽ തന്നെയാണ് ഇതിലുള്ളത്. അങ്ങനെ വലിയ വർക്കൊന്നും ചെയ്തിട്ടില്ല. 1-2 കാര്യങ്ങൾ ക്രോമ് കാര്യങ്ങളൊന്നും 2 നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് തന്നെ ഉള്ളു. വേറെ വലിയായിട്ടൊന്നും നമ്മൾ ഈ വാഹനത്തിന് വർക്ക് എടുത്തിട്ടില്ല കേട്ടോ. ഇന്നോവ ഏറ്റവും ഓടിക്കാൻ ഏറ്റവും സുഖമുള്ള വാഹനമാണ് കേട്ടോ ഇന്നോവ. എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെയാണ്. ഡൽഹിയിൽ നിന്നൊക്കെ നമ്മൾ വരുമ്പോൾ പിന്നെ ഓടിച്ചു പോരാൻ നമ്മൾ കൂടുതലും സെലക്ട് ചെയ്യൽ ഈ വാഹനം കേട്ടോ. ഇനിയിപ്പോൾ വലിയ വണ്ടികൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇന്നോവയും കൊണ്ടാണ് ഓടിച്ചു പോരാറ് കേട്ടോ. അതുപോലെ നിങ്ങൾ ഒരു യൂസ്ഡ് ഇന്നോവ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വാഹനം വരുന്നത് ബാക്ക് വീൽ ഡ്രൈവ് ആണ് ഇന്നോവ വരുന്നത്. അപ്പം നമ്മൾ നല്ല സ്പീഡിൽ തന്നെ വാഹനം ഓടിച്ച് നോക്കണേ. ഓടിച്ച് നോക്കിയിട്ട് ബാക്കിലെ ജോയിന്റിനെന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്നൊക്കെ നോക്കണം. അതിൻ്റെ ജോയിന്റിലൊക്കെ വർക്ക് വന്നാൽ അത്യാവശ്യം നല്ല റേറ്റ് തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന്റെ എഞ്ചിനാണ് നോക്കാനുള്ളത്. ടയോട്ടന്റെ എഞ്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലൈഫുള്ള എഞ്ചിനാണ്. അത് എല്ലാവർക്കും അറിയണ ഒരു വിഷയമാണ്. എന്നാലും തന്നെ ഇത് നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലൈഫ് ഈ എഞ്ചിന് കിട്ടും കേട്ടോ. ടർബോക്കൊന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും പെട്ടെന്നൊന്നും വരാത്തൊരു എഞ്ചിനാണ് ഇതുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഡീസലിന്റെ സപ്ലൈ ചെയ്യണ ഈ ഓസുകളും കാര്യങ്ങളൊക്കെ എപ്പോഴും ഇത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഉപയോഗിക്കണ പ്രത്യേകിച്ച് ഇന്നോവ ഉപയോഗിക്കുന്ന ആൾക്കാരാകുമ്പോൾ ഒരു ലോങ് ട്രിപ്പ് ഒക്കെ നിങ്ങൾ പോകാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഒന്ന് ബോണറ്റ് തുറന്നു കണ്ട് അതിന്റെ ഓയിലും വെള്ളമൊക്കെ നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഡീസൽ ലീക്ക് ഒക്കെ ഉണ്ടെങ്കിൽ എഞ്ചിൻ ഓയിൽക്ക് ഡീസൽ ഇറങ്ങാൻ വളരെ സാധ്യത ഉണ്ട്. അപ്പോൾ ഈ എഞ്ചിൻ ഓയിലിന്റെ കട്ടി കുറഞ്ഞിട്ട് ക്രാങ്ക് ഷാഫ്റ്റ് ആണെങ്കിലും പിസ്റ്റൻ ആണെങ്കിലും അതിനൊക്കെ കംപ്ലൈന്റ് വന്നാൽ കുറച്ച് വലിയൊരു എമൗണ്ട് ഇതിന്
മെയിൻ്റനൻസിന് വരും കേട്ടോ. അപ്പോൾ അതൊക്കെ പ്രത്യേകം നോക്കിയാൽ നമുക്ക് ഈ പിന്നെ ഇന്നോവ ടയോട്ടൻ്റെ ഇന്നോവ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം ഈ വാഹനം തന്നെ പറയുകയാണെങ്കിൽ 2008 മോഡലാണ്. അത്യാവശ്യം നല്ല കിലോമീറ്റർ ഓടിയ വാഹനമാണ് കേട്ടോ. നല്ല ഓടിക്കാനൊക്കെ നല്ല സ്മൂത്താണ്. അങ്ങനെ വലിയൊരു നോയ്സ് കാര്യങ്ങളൊന്നും ഈ എഞ്ചിന് വരുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞ 2,30,000 കിലോമീറ്ററാണ് ഈ മീറ്ററിൽ ഇത് കാണുന്നത് കേട്ടോ. എന്നാലും വലിയൊരു പ്രശ്നങ്ങളൊന്നും ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്ത എഞ്ചിൻ തന്നെയാണ്. പിന്നെ നമ്മൾ ഇതിന്റെ വർക്ക് ചെയ്തിട്ടുള്ള കാരണം വലിയൊരു വർക്ക് ചെയ്തിട്ടുള്ള ഇതിന്റെ എസിന്റെ കംപ്രസർ പറ്റ വീക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിന്റെ എസിന്റെ കംപ്രസർ ഒരെണ്ണം പുതിയത് വാങ്ങി വെച്ചിട്ടുണ്ട്. അന്ന് നമ്മൾ വന്നിട്ടുള്ളത് 12,000 രൂപയായിട്ടാണ് ഈ കംപ്രസറിന് മാത്രം നമുക്ക് വന്നത് കേട്ടോ. എസിന്റെ വർക്ക് കണ്ടിട്ട് 15 രൂപേന്റെ അടുത്താണ് നമുക്ക് വന്നത്. അല്ലാതെ വേറൊരു വർക്കൊന്നും നമ്മൾ ഈ വാഹനത്തിൽ ചെയ്തിട്ടില്ല കേട്ടോ. 2,30,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. മെയിൻ ക്ലാസ് മാത്രമാണ് ഇതിന് റീപ്ലേസ് ഉള്ളത് കേട്ടോ. അപ്രോണ് കാര്യങ്ങളൊന്നും റീപ്ലേസ് നിലവിലില്ല. ഒരു 80% വാഹനമുണ്ട്. ഷോറൂം കണ്ടീഷനാണെന്നൊന്നും പറയാൻ പറ്റില്ല. 2008 മോഡലാണ്. അതുപോലെ ഇതിന് ഹിസ്റ്ററി അവൈലബിൾ അല്ല. 2008 പിന്നെ റീവണ്ടി ആകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു 80% വാഹനം ഉണ്ട് എന്ന് തന്നെ പറയട്ടോ. പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കോൾ ചെയ്തിട്ടോ വേറെ ഡീറ്റെയിൽ എടുത്തിട്ട് നിങ്ങൾ കാണാൻ വന്നാൽ മതി. ഇത് ലൊക്കേഷൻ വരുന്നത് നിലമ്പൂർ മലപ്പുറം ജില്ലയാണ് കേട്ടോ. അതുപോലെ ഇതിൻ്റെ ഓണർ ഇതിന് ചോദിക്കണ വില 3,25,000 രൂപയാണ്. ഇത് നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസാണ് പറയുന്നത്. ഇപ്പോൾ KL71 രജിസ്ട്രേഷൻ ആയിട്ടുണ്ട് കേട്ടോ. നിലമ്പൂർക്കാണ് ഇത് രജിസ്ട്രേഷൻ ആയിട്ടുള്ളത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കും. കോൺടാക്ട് ചെയ്യാൻ പറയാം. താഴത്ത് കൊടുക്കുക ഡീറ്റെയിൽ. ഓണറോട് തന്നെ നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ നമ്മുടെ ചാനലും വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് വെക്കുവേണ്ടി.